പ്രൈസ് ലോർഡ്. നമുക്ക് ആ ഒരു തീം, ഈ ഒരു വർഷത്തെ നമ്മളൊരു തീം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ മനസ്സിൽ കിട്ടിയതായിട്ടുള്ള ഒരു തീമാണ് അത്. ഈ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ കണ്ടപ്പോൾ ഞാൻ കുറച്ചധികം ചിന്തയിലൂടെ കടന്നുപോയി. അപ്പം എന്നെ ചിന്തിപ്പിച്ചതായിട്ടുള്ളൊരു കാര്യം, ഇതെന്തുകൊണ്ടാണ് ഈ ദൈവ വിശ്വാസത്തിലും അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ആഴത്തിൽ നിൽക്കേണ്ടുന്ന ദൈവമക്കൾക്ക്, അല്ലെങ്കിൽ പാസ്റ്റേഴ്സിന്, അല്ലെങ്കിൽ എൽഡേഴ്സിനൊക്കെ ഇങ്ങനെ തെറ്റിപ്പോകാനായിട്ട് സാധ്യതകൾ എന്തുകൊണ്ടാണ്, അതിനെക്കുറിച്ചാണ് ഞാൻ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്തത്. അപ്പോൾ ഈ തിങ്കിങ് ഒരു ബേർഡനായിട്ട് ശരിക്കും പറഞ്ഞാൽ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ബേർഡിൽ നിന്നാണ് ഞാൻ ഈ ഒരു പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ ഒരു ഭാഗം എന്നെ ചിന്തിപ്പിച്ചതും എനിക്ക് അത് നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയതും. അതിൻ്റെ റീസൺ നമുക്കറിയാം. ദൈവവചനത്തെ ആഴത്തിൽ കാണാതെയും അല്ലെങ്കിൽ പഠിക്കാതെയും മനസ്സിലാക്കാതെയും ഒക്കെ പല വിധങ്ങളിലുള്ള ഡയമെൻഷൻസിൽ സഭകൾ ഇപ്പോൾ, അല്ലെങ്കിൽ ചേർച്ച്, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. 2025 ഒരിക്കലും അത്തരത്തിലുള്ളൊരു വർഷമായിട്ട് തീരാതെ, ദൈവത്തിൽ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു വർഷമായിട്ട് തീരാനും, ദൈവമക്കൾക്കെല്ലാം ഒരു ഫോക്കസ് അവരുടെ ജീവിതത്തിൽ ലഭിക്കാനും, ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ആശംസയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നത്. പ്രത്യേകിച്ചും നമ്മുടെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട്, എത്രത്തോളം അതിന് ആഴമുണ്ട്, എത്രത്തോളം അതൊരു ലൈഫ് പ്രോസസ്സായിട്ട്, ഒരു ജീവിതത്തിൻ്റെ ഒരു ആഴമുള്ള ഒരു പ്രോസസ്സായിട്ട് തീരണം. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു ഔട്ട്ലൈൻ മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇന്ന് ഒന്നാമത് രാത്രി, ഇതൊരു അല്പം വൈകിയ സമയമാണ്. ഇതൊരു ഭയങ്കര ആഴത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളിരുന്ന് ഉറങ്ങുകയും ചെയ്യും, ഞാനിരുന്ന് പ്രസംഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് വേണ്ട. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഞാനിടും. ഈ ഔട്ട്ലൈനിൽ നിന്ന് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് ചിന്തിക്കാം. സാധാരണഗതിയിൽ ഞാൻ ഒരു പ്രസംഗം പ്രസംഗിച്ചാൽ സാധാരണഗതിയിൽ പാസ്റ്റർ മാത്യു അത് തീർച്ചയായിട്ടും അത് പഠിച്ചിട്ട് അതിനെ തന്നെ ആസ്പദമാക്കി 1-2 ആഴ്ചകളിലൊക്കെ സംസാരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചിന്തിക്കാനും, നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് ആഴത്തിൽ മുന്നോട്ട് പോകാനും ഒക്കെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഭാഗം നമ്മൾ എടുത്തിരിക്കുന്നത്, ഇതിനകത്ത് തീമിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് സദൃശ്യവാക്യം അതിൻ്റെ 2-ാമത് അധ്യായം, അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള ഒരു ഭാഗമാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നത്. എന്നാൽ ഇന്ന് രാവിലെ ചിന്തിച്ചപ്പോൾ, ഇന്ന് രാവിലെ പാസ്റ്റർ മാത്യു, ഞാനിത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിൽ തന്നെയും അദ്ദേഹം ഈ വേറൊരു ഭാഗത്ത് നിന്ന് ഇതേ സെൻസിലുള്ള ഒരു വേർഡ് എടുത്തു. ഞാനത് പറയുന്നുണ്ട്, ആ വേർഡ്, അതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഇത് നമുക്ക് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ അധികമൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാവരും മൊബൈലുള്ളവരാണ്, സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് പലരുമുണ്ട്. പലരും കേൾക്കാറുണ്ട്, പലരും അതിനെ അവഗണിക്കാറുണ്ട്, പലരും അത് കൂടുതലായിട്ടൊന്നും എടുക്കാറില്ല. ദൈവവചനത്തെ ഒരുപാട് കാലങ്ങളായിട്ട് അതിനെ കൊട്ടിക്കളയുകയും വ്യത്യസ്തമായ മാനദണ്ഡങ്ങളിലൂടെ അതിനെ പ്രചരിപ്പിക്കുകയും ഒരു വാല്യൂ സിസ്റ്റം, ഒരു മൂല്യമില്ലാതെ ഈ വചനത്തിൻ്റെ സത്യങ്ങള് വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ എന്താണ് പ്രതികരണം? എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്? ഇതിനെ എങ്ങനെയാണ് സമൂഹത്തിൽ നമ്മൾ ഇതിനോട് പ്രതികരിക്കുന്നത്? നമ്മൾ മിണ്ടാതെ പോയാൽ മതിയോ? അതോ നമ്മൾ ഇതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതോ ഇതിൽ നിന്ന് നമ്മൾ മാറി നിന്ന്
ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കണമോ? ഏതാണ് അഭികാമ്യമായിട്ടുള്ളത്? എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? ഈ ഒരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ ഇന്ന് രാത്രിയിൽ കടന്നു വരേണ്ടത്. അതിനുശേഷം ഈ 2025 നിങ്ങൾ തീർച്ചയായിട്ടും അത് ശക്തമായിട്ട് ഒരു ഉൾക്കാഴ്ചയായിട്ട് നിങ്ങൾ ഏറ്റെടുക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സദൃശവാക്യം 2-ാം അധ്യായം നമുക്ക് എടുക്കാം. മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായിട്ട് വിളിച്ച് വിവേകത്തിനായിട്ട് ശബ്ദം ഉയർത്തുന്നു എങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നു എങ്കിൽ, നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. ഇതാണ് സബ്ജക്റ്റ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഈ ഒരു വാക്യം അത്ര വലിയ ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സിലാക്കാൻ പ്രയാസമുള്ള വാക്യങ്ങളൊന്നുമല്ല. എങ്കിലും ഈ വാക്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സമൂഹത്തിലേക്ക് കടക്കുകയാണ്, സമൂഹത്തിൻ്റെ ചിന്തകളിലേക്ക് നോക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് കാണുന്നു എന്ന് ചിന്തിച്ചാൽ മതി. ഈ സദൃശവാക്യത്തിൻ്റെ ഒരു പ്രത്യേകത, 2-ാമത്തെ സദൃശവാക്യത്തിൻ്റെ പ്രത്യേകത, ശരിക്കും പറഞ്ഞാൽ ഹീബ്രു ആൽഫബറ്റിൻ്റെ മുഴുവൻ ആൽഫബറ്റുകളും അവിടെ ഉണ്ട്. അതിൻ്റെ ഓരോ വേഴ്സുകളും അങ്ങനെയാണ്. സങ്കീർത്തനം 119 കുറിച്ച് നമ്മളത് വായിക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ ഈ സങ്കീർത്തനത്തിൻ്റെയും പ്രത്യേകത അതാണ്. 22 വാക്യങ്ങൾ 22 ആൽഫബറ്റിൻ്റെ കംപ്ലീഷനാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പ്രോബ്സ് സദൃശവാക്യത്തിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്നെസ് ആണ്, ഒരു പൂർണ്ണതയാണ്. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആശയത്തെ മനുഷ്യ മനസ്സിലേക്ക് തരുന്ന ഒരു സദൃശവാക്യമാണ് ഈ 2-ാമത്തെ സദൃശവാക്യം. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനതിൻ്റെ റെഫറൻസ് എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കിത് വളരെ അത്ഭുതം തോന്നി. ഞാനിതൊന്നും കണ്ടിട്ടല്ല ഈ സദൃശവാക്യത്തിലേക്ക് പോയതെങ്കിലും ദൈവാത്മാവ് ഇത്തരം കാര്യങ്ങളെ പഠിക്കാനും വായിക്കാനും അനുവദിച്ചത് കൊണ്ട്, ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊണ്ട് ലഭിച്ചതായിട്ടൊരു വാക്യം എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. പല സന്ദർഭങ്ങളിലും പല വചന സത്യങ്ങൾ പല രീതികളിൽ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇതേ അർത്ഥങ്ങൾ വരുന്നത് തന്നെ. പക്ഷെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ഒരു സദൃശവാക്യം അല്ലെങ്കിൽ ഒരു വചന സത്യമാണ് ഇവിടെ എന്നുള്ളത് എനിക്കതൊരു സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്തുകൊണ്ട് പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ സഭാ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ലീഡേഴ്സ് അല്ലെങ്കിൽ അനവധി നാളുകളായിട്ട് വിശ്വാസത്തിൽ നിൽക്കുന്ന ജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നത്. യഹോവ ഭക്തി, ശ്രദ്ധിച്ചോണം, യഹോവ ഭക്തി ഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? ദൈവ പരിജ്ഞാനം കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ്? ഈ കാര്യമാണ് ഇവിടെ ആൻസർ ചെയ്തിരിക്കുന്നത്. യഹോവ ഭക്തി എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ദൈവത്തോടുള്ള ഭക്തിയെ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ദൈവത്തിൽ ഉള്ള പരിജ്ഞാനത്തെ എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? ഈ ഒരു കാര്യത്തിന്റെ ആൻസർ ആണ് ഈ ഭാഗത്ത് നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മൾ സമൂഹത്തിൽ കാണുന്നത് ഈ ദൈവ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടും യഹോവ ഭക്തി ഇല്ലാത്തത് കൊണ്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എല്ലാം കാണുന്നത്. അതാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ 2025 പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ യഹോവ ഭക്തി ഗ്രഹിക്കാതെയാണോ പോകേണ്ടത്?
നമ്മൾ ഈ ദൈവ പരിജ്ഞാനത്തിൽ നിൽക്കാതെയാണോ നമ്മൾ പോകേണ്ടത്? നമ്മൾ ജനിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഒരു ദൈവവചനവും ദൈവസ്നേഹവും ലഭിച്ചുവോ, ഇന്ന് അതിൽ നിന്നും എത്രത്തോളം നമ്മൾ പക്വതയിലേക്ക് വളർന്നിട്ടുണ്ട്. എഫേസ്യർക്കെഴുതിയ ലേഖനത്തില് 4-ാമത്തെ അധ്യായം വളരെ ശക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ പ്രായത്തിന്റെ സമ്പൂർണതയോളം എത്തിച്ചേരുന്ന പക്വതയെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രായത്തിന്റെ സമ്പൂർണത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 33.5 വയസ്സിന്റെ പ്രായത്തിന്റെ സമ്പൂർണത എന്നുള്ള ഒരു അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പ്രായത്തിന്റെ സമ്പൂർണതയിൽ യേശുക്രിസ്തു എന്തു ചെയ്തു എന്നുള്ളതാണ് വിഷയം. അവിടെ പിതാവായിട്ടുള്ള ദൈവത്തിന്റെ പർപ്പസിനെ എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ കർത്താവ് അതനുസരിക്കുവാൻ, മരണത്തോളം അനുസരിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തില് ഈ ദൈവവചനത്തെ അറിഞ്ഞ് ഗ്രഹിച്ച് ദൈവഭക്തിയെ കുറിച്ചൊരു ബോധ്യം വന്നിട്ട് നമ്മൾ എത്രത്തോളം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്ത് ശരി എന്നും എന്ത് തെറ്റെന്നും ഇപ്പോഴും നമുക്കറിയാൻ പറ്റാത്ത വിധം നമ്മുടെ കണ്ണ് മൂടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണോ ഇന്ന് നമുക്കുള്ളത്? അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരുപാട് അറിവുകൾ നമ്മുടെ ചുറ്റുപാടും ഉള്ളത് കൊണ്ടാണോ? ഒരുപാട് ട്രാൻസ്ലേഷൻസ്, ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻസ് നമ്മുടെ ചുറ്റുപാടും ഉള്ളത് കൊണ്ടാണോ? ഒരുപാട് നമ്മൾ വായിക്കുകയും ഒരുപാട് നമ്മൾ വചനം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണോ? അതാണോ നമ്മൾക്ക് സംഭവിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞതെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ ശരിയാണെന്നുള്ളതാണ്. നമ്മൾക്ക് ഗ്രാഹ്യം വരുന്നില്ല. 2 കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഈ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വളരെ ശക്തമായിട്ട് വായിക്കുക. ഞാനിന്നൊരു ഔട്ട്ലൈൻ മാത്രമേ പറയുന്നുള്ളൂ. 2 കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒന്ന്, ദൈവവചനത്തെ കൈക്കൊള്ളുക. അവിടെ അങ്ങനെ പറയുന്നുണ്ട്, ദൈവവചനത്തെ കൈക്കൊള്ളുക. റിസീവിങ് the word of God, receiving. ദൈവവചനത്തെ കൈക്കൊള്ളുക അല്ലെങ്കിൽ സ്വീകരിക്കുക, ദൈവവചനത്തെ ഉൾക്കൊള്ളുക. രണ്ടാമത്തത്, ദൈവവചനത്തെ ഉള്ളിൽ സംഗ്രഹിക്കുക അല്ലെങ്കിൽ കൺസിഡർ ഇറ്റ് ആസ് എ ട്രഷർ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് പകരമായിട്ടൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന മലയാളത്തിൽ സംഗ്രഹിക്കുക എന്നുള്ളതാണ്. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ ദൈവവചനത്തെ റിസീവ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ പലരും ശ്രമിക്കാറുണ്ട്. പക്ഷേ ദൈവവചനത്തെ ട്രഷറായിട്ട്, ഒരു നിധിയായിട്ട്, അതിനെ ഉൾക്കൊണ്ട് അതൊരു പൊസഷനായിട്ട്, അതൊരു സ്വത്തായിട്ട് അതിൻ്റെ ഉള്ളിൽ കടത്തി വച്ച് അത് നിധി കാക്കുന്നത് പോലെ കാക്കുന്ന ലെവലിൽ, അതാണ് അതിൻ്റെ ആ മീനിങ് എന്ന് പറയുന്നത്. സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാലുള്ള മീനിങ് കൺസിഡർ ഇറ്റ് ആസ് എ ട്രഷർ എന്നുള്ളതാണ്. അപ്പോ ദൈവവചനത്തെ സ്വീകരിക്കുന്നില്ല, ദൈവവചനത്തെ സ്വീകരിച്ചാൽ തന്നെയും അത് സംഗ്രഹിക്കുന്നില്ല. ഇതാണ് വിഷയം. അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. പ്രിയമുള്ളവരെ, വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലയളവാണിത്. അപ്പൊ എന്തുകൊണ്ട് ദൈവത്തെ യഹോവ ഭക്തി ഗ്രഹിക്കാതിരിക്കുന്നു? എന്തുകൊണ്ട് ദൈവത്തിന്റെ പരിജ്ഞാനം കണ്ടെത്താൻ പറ്റാതിരിക്കുന്നു? റീസൺ 2ആണ്. ഒന്ന്, ദൈവവചനത്തെ കൈക്കൊള്ളുന്നത്, റിസീവ് ചെയ്യുന്നത്, അത് വളരെ ഉപരിപ്ലവമാണ്, അത് പെരിഫറലാണ്, അത് പുറമേ ഉള്ള ഒരു കാര്യം മാത്രമാണ്, അതൊരു അറിവായിട്ട് മാത്രമാണ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. ഒരു അറിവായിട്ട് മാത്രം നിൽക്കുന്ന ഒരു കാര്യം ആണെങ്കിൽ അതിനെ ഒരു കാരണവശാലും അതിനെ ട്രഷറായിട്ട്, അതിനെ സംഗ്രഹിക്കുവാനായിട്ട്, ഒരു നിധിയായിട്ട്, ഒരു സ്വത്തായിട്ട്, അത് കാക്കേണ്ടുന്ന ഒന്നാണെന്ന് കരുതുവാൻ തക്കവണ്ണം നമുക്ക് കഴിയില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്.
നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഞാൻ ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞോട്ടെ, കാരണം ഈ ചില മലയാളത്തിൻ്റെ വാക്കുകൾ അത് അതേപടി നമുക്ക് കറക്റ്റായിട്ടൊരു ട്രാൻസ്ലേഷൻ കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. വിസ്ഡം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് can never benefit us if it is not received and treasured. നിങ്ങൾ അതിനെ അതിൻ്റേതായിട്ടുള്ള മൂല്യത്തിൽ റിസീവ് ചെയ്യാതെയും അതിനെ അതിൻ്റേതായിട്ടുള്ള അർത്ഥത്തിൽ അതിനെ സംഗ്രഹിക്കാതെയും ട്രഷറായിട്ട് ഒരു നിധിയായിട്ട് കൺസിഡർ ചെയ്യാതെയും ഇരുന്നാൽ ഈ ദൈവ വചനം അതിൽ ജ്ഞാനം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഈ ഭാഗത്ത് നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇപ്രകാരത്തിലെല്ലാം വെളിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടും അനേകര് അതിൻ്റെ പുറകെ പോകുന്നത്. എന്തുകൊണ്ടാണ് തെറ്റിനെയും ശരിയെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു റെവലേഷനാണ്, ഒരു വെളിപാടാണ്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മളെല്ലാവരും വെളിപാടെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, സ്പെസിഫിക് വേർഡ്. നമ്മുടെയൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ചിന്തിച്ചാൽ, രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് യേശുവിൽ സത്യം ഉള്ളതുപോലെ. ഞാനിത് കഴിഞ്ഞ ഏതോ ഒരു ദിവസം സൺഡേയിൽ എടുത്തതാണ്. ദാറ്റ് ഈസ് എ റെവലേഷൻ. അതാണ് റെവലേഷൻ, അതാണ് വെളിപാട്. എൻ്റെ വെളിപാട് അതാണ്. രക്ഷയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എഫേസ്യർക്കെഴുതിയ ലേഖനം 4:20 നമ്മൾ വായിക്കുന്നത് പോലെ യേശുവിൽ നമ്മൾ സത്യം കണ്ടെത്തി. യേശുവിൽ സത്യം കണ്ടെത്തിയതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ റെവലേഷൻ. മേ ബി എ എൻലൈറ്റ്മെന്റ് ഓൺ എ റെവലേഷൻ ഫ്രം ദ ബൈബിൾ. അത് നമ്മൾക്ക് പ്രകാശനം ലഭിച്ചതായിട്ടുള്ള ഒരു വെളിപാടായിട്ട് നമുക്ക് എടുക്കാം അതിനെ. അതാ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും, ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴും, ഓരോ വചനത്തെ നമ്മൾ റിസീവ് ചെയ്യാനും സംഗ്രഹിക്കാനും നമ്മൾ ശ്രമിക്കുമ്പോഴും ചിന്തിച്ചോണം, നമ്മുടെ റെവലേഷൻ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച പ്രകാശനം എന്താണ്? ഈ പ്രകാശനം അത് കറക്റ്റാണോ? ആ പ്രകാശനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? പ്രകാശനത്തിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള തെറ്റിദ്ധാരണയും കൺഫ്യൂഷനും നമ്മുടെ ജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് ലഭിക്കുന്ന ജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സംഗ്രഹിക്കുക അല്ലെങ്കിൽ ട്രഷറായിട്ട്, നിധിയായിട്ട് ഒരു ദൈവവചനം എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വരണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്നറിയോ? നമ്മൾ ലഭിച്ചതായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് ലഭിച്ചതായിട്ടുള്ള, ചിലപ്പോൾ ചിലത് പറയും അത് റീമ വേണമെന്നൊക്കെ പറയും. ആ ദൈവവചനം അല്ലെങ്കിൽ ആ പ്രകാശനം ലഭിച്ചതായിട്ടുള്ള കാര്യത്തെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഊളിയിട്ട് ഇറങ്ങി അതിനെ കൂടുതൽ 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 മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് നടക്കുന്നുണ്ടോ? ആ പ്രോസസ്സ് നമുക്ക് നടക്കുന്നുണ്ടോ? ആ പ്രോസസ്സ് നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരിക്കലും നമ്മുടെ ജ്ഞാനത്തെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് പറ്റില്ല. ജ്ഞാനം ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അന്നേരം ജഡത്തിൽ തോന്നുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇത് കാണുന്ന ജനം എന്ത് വിചാരിക്കും? ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയാൽ നിങ്ങളത് ഫോളോ ചെയ്യും.
തീർച്ചയായിട്ടും എവിടെ പോയി ജ്ഞാനം? എവിടെ പോയി നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള പ്രകാശനം? എവിടെ പോയി നമ്മുടെ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ പോയി നമ്മുടെ ധ്യാനങ്ങൾ? എവിടെ പോയി നമ്മുടെ ഡിവോഷൻസ്? എവിടെയാണ് നമ്മൾ ഈ ദൈവവചനത്തെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ മാനത്തിലേക്ക് പ്രിയമുള്ളവരെ നിങ്ങൾ ഈ 2025 കടന്നു വരണം. സാധാരണ രീതിയിലുള്ള ഒരു ചേർച്ചായിട്ട്, ഒരു ഫെലോഷിപ്പായിട്ട് കാണാതെ കുറച്ചുകൂടി വ്യത്യസ്തമായി ദൈവവചനത്തോട് ചേർന്ന് ദൈവവചനത്തെ ട്രഷർ ചെയ്ത്, എന്ന് പറഞ്ഞാൽ അത് സ്വത്തായി കണ്ട്, അത് നിധിയായി കണ്ട് മൂവ് ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കണം. 2025 നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഗോഡ്സ് ഇന്റൻഷൻ, ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് is that you and I make his wisdom our own. ഞാൻ മുൻപ് പറഞ്ഞു കഴിഞ്ഞു, ദൈവത്തിന്റെ ജ്ഞാനത്തെ എന്റേതെന്ന് സ്വന്തമായിട്ട് കാണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ദൈവം തന്നിരിക്കുന്ന ഈ ജ്ഞാനത്തെ അതെന്റേതെന്ന് ഞാൻ പൊസസ് ചെയ്യുന്നു, ഇതെന്റേത്, എൻ്റെ സ്വന്തമാണെന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഞാൻ പറയുന്നതിൽ സെൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരല്പം ആഴമുണ്ട് ഇതിനകത്ത്. ഈ ഉറക്കപ്പിച്ചോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അത് എത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നു എന്ന് മനസ്സിലാവുന്നില്ല. എങ്കിൽ തന്നെയും നിങ്ങൾ ചിന്തിക്കുക, ഒരു ഒബ്ജക്റ്റായിട്ട് നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ നിങ്ങൾ എങ്ങനെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്? അല്ലെങ്കിൽ സ്വന്തമെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ സ്വന്തം എന്ന് തോന്നാൻ കാരണം എന്താണ്? മകൻ അല്ലെങ്കിൽ മകള് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ സ്വന്തം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ചിന്തിച്ചു നോക്കിയാണ് സഹോദരൻ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകസ്മികമായി കടന്നു വന്നതാണോ ഇതൊക്കെ? ആണോ? അല്ല, ഇതൊക്കെ ചില നിശ്ചയത്താൽ കടന്നു വന്നതാണ്, അല്ലേ? നിങ്ങളുടെ റിലേഷൻഷിപ്പിലൂടെ, നിങ്ങൾ ബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ഒരുപാട് പ്രകാശനങ്ങളും ഒരുപാട് സ്നേഹവും ഒരുപാട് കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്, അല്ലേ? വചനത്തെ നിങ്ങൾ എങ്ങനെ സ്വന്തമാക്കി, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവവചനം എന്ന് പറയുന്നത് സ്വന്തമാക്കി ഒരു ട്രഷറാക്കി നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്നത്? ഇത് വച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്നും ഇതെല്ലാം പെരിഫറലായിട്ട് പോകുന്ന ഒരു സാധാരണ രീതിയിലുള്ളൊരു കാര്യമായിട്ട് മാത്രം അത് ആയിത്തീരും. പലരും പരീശന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ദൈവവചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പരീശന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? എന്തുകൊണ്ടാണ് യേശു കർത്താവ് പരീശന്മാരെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അവർക്ക് വചനം അറിയില്ലാത്തതുകൊണ്ടാണോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ. വചനം അവർക്ക് അറിയാവോ? വചനം ധാരാളമായിട്ട് അറിയാം. പക്ഷെ വചനം അവരുടെ ഹൃദയത്തിന്റെ ഭാഷയായി മാറിയിട്ടില്ല. വചനം അവർക്ക് ട്രഷറായി മാറിയിട്ടില്ല. വചനം ഒരു നിയമമായിട്ടും ഒരാചാരമായിട്ടും മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പരീശന്മാരുടെ ജീവിതത്തിലുള്ളത്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വചനത്തിന് കൊടുത്തിരിക്കുന്ന, ദൈവവചനത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണ്? അത് തന്നെയാണ് ദൈവികമായ ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ജ്ഞാനം നിങ്ങൾക്ക്
പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങളുടെ ഒരു ഓണർഷിപ്പിലേക്ക്, നിങ്ങളുടെ ഒരു സ്വന്തമായ ഒരു പദവിയിലേക്ക് അത് കടന്നു വന്ന് കഴിയുമ്പോൾ നിങ്ങളിൽ നിന്ന് സ്ഫുരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ആ വചനത്തിൻ്റെ, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ച ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ പുറമേക്ക് കടന്നു വരുന്നത്. എന്തുള്ളിലുണ്ടോ അതാണ് പുറമേക്ക് വരുന്നത്. ശരിയല്ലേ? ഹൃദയത്തിൽ എന്തുണ്ടോ അതാണ് മുഖം അല്ലെങ്കിൽ വായ പ്രസ്താവിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഹൃദയത്തിൽ എന്തുണ്ട് അത് തന്നെയാണ് വായു പ്രസ്താവിക്കത്തുള്ളൂ. അപ്പൊ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓണർഷിപ്പിലായിരിക്കുന്ന ഒരു കാര്യം എന്തുണ്ടോ അതായിരിക്കും നമ്മൾക്ക് പുറമേ കാണിക്കാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടത്? നമ്മൾ ഒരു പരീക്ഷനെ പോലെ 2025 നടക്കാനാണോ നമ്മുടെ തീരുമാനം? അതോ വ്യത്യസ്തമായ ഒരു മാനദണ്ഡത്തിലൂടെ നമുക്ക് നടക്കാൻ പറ്റുമോ? ഏതാണ് ശരി, ഏതാണ് തെറ്റ്? നന്മ തിന്മകളെ കുറിച്ച് വിവേചിക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കാലം കൊണ്ട് നോക്കിയാൽ നിങ്ങൾ ആരായി തീരേണ്ടതാ? ഉപദേഷ്ടക്കന്മാരായി തീരേണ്ടുന്നവരാണ്, അല്ലേ? കാലം കൊണ്ട് നോക്കിയാൽ. പക്ഷെ ഇപ്പോ ആരാണ്? ഇപ്പോ ശിശുക്കളായിട്ടിരിക്കുകയാണ്. എന്താ സംഭവിച്ചത്? നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള വചനത്തിന്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ആഴം നിങ്ങളിലേക്ക് പ്രകാശിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് വേർതിരിച്ച് ചിന്തിച്ചു നോക്കിയാട്ടെ, നമുക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എവിടെയാണ് കറക്റ്റ്, എവിടെയാണ് നല്ലത്, എവിടെയാണ് ചീത്ത എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നന്മ തിന്മകളെ നമുക്ക് തിരിച്ചറിയാൻ എക്സാക്ട്ലി നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെ ഒരു ഓൾസമായിട്ട്, അതിനെ ഒരു അവിടുന്ന് എടുത്ത് പറയുന്ന ഒരു കാര്യമല്ല ദൈവവചനം. അതിനെ ഓൾസമായിട്ട് എന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് അതിനെ വിവേചിക്കാനും അറിയാനും നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് നമുക്കറിയാം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, അത് പൂർണ്ണതയുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ഹിതത്തെ തിരിച്ചറിയണമെന്നുണ്ട് എങ്കിൽ ഈ ജ്ഞാനം നമ്മൾ പ്രാപിക്കാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് പലരും ഈ പ്രവാചകന്മാരുടെ അടുത്തേക്ക് ഓടുന്നത്. പുതിയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ അടുത്തേക്ക് ഓടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് ആണ് ജനങ്ങൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം എന്താണ് പറയുന്നത്? എന്താണ് പ്രവാചകന്റെ സ്ഥാനം? എന്താണ് ദൈവവചനത്തിന്റെ സ്ഥാനം? എന്താണ് പൂർണ്ണമായിട്ടുള്ള ദൈവത്തിന്റെ ഹിതം എന്ന് തിരിച്ചറിയാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മുടെ ഉള്ളിൽ ജ്ഞാനം ട്രഷറായിട്ട്, ധനമായിട്ട്, ഓണർഷിപ്പോടുകൂടി ഇരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഓടി നടക്കുന്നത്, നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യമാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ സാൽവേഷൻ, അദ്ദേഹത്തിന്റെ രക്ഷയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദമാസ്കസിന്റെ തെരുവിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപിൽ യേശു പ്രത്യക്ഷപ്പെട്ടു. യേശുവിനെ കണ്ടു. ആരാണ് യേശു എന്ന് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു മഹാപ്രകാശം വന്നു, അവന്റെ കണ്ണിന് കാഴ്ച പോയി. പിന്നീട് അവനെ അനന്യാസ് എന്ന് പറയുന്ന ദൈവപുരുഷൻ കരം വച്ച് അവനെ അഭിഷേകം ചെയ്ത് അവനെ കാഴ്ച കൊടുത്തു. അവന് ദൈവത്തിന്റെ വെളിച്ചം അവനിലേക്ക് പകർന്നു കിട്ടി. പിന്നീട് നമ്മൾ വായിക്കുന്ന ഗലേഷ്യൻസിൽ വായിക്കുന്നത്
അദ്ദേഹം എഴുതിയിരിക്കുന്ന സാക്ഷ്യമാണ്. അവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അപ്പോസ്തലന്മാരെ കണ്ടിട്ടുള്ളൂ. അത് തന്നെ വളരെ ഷോർട്ട് പീരീഡിലാണ് കണ്ടത്. 2 പേരെയും കണ്ടിട്ടുള്ളൂ. കേഫാവിനെയും കണ്ടു, വേറെ യാക്കോബിനെയും കണ്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 14 സംവത്സരം അറേബ്യയിലേക്ക് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. പറഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിപാട് മനുഷ്യനിൽ നിന്ന് ലഭിക്കാതെ വണ്ണം ദൈവത്തിൽ നിന്ന് തന്നെ ആ പ്രകാശനം ലഭിക്കേണ്ടതിനായിട്ട് അദ്ദേഹം ഒരു റിസ്ക് എടുത്തു. അല്ലെങ്കിൽ അദ്ദേഹം ആ രീതിയിൽ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഡിസിപ്ലിൻ ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, പിൽക്കാലത്ത് പൗലോസ് ആരായി തീർന്നു? അപ്പോസ്തലനായ പത്രോസിനെ പോലും ശാസിക്കുവാൻ തക്കവണ്ണം കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് അപ്പോസ്തലനായ പൗലോസ് തീർന്നു. എന്തുകൊണ്ട് തീർന്നു എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ ഇതാണ്: എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന പ്രകാശനം എന്ന് പറയുന്നത്, റെവലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലഭിച്ചിരിക്കുന്ന വെളിപാടുകളുടെ പ്രകാശനം എന്ന് പറയുന്നത്, അത് എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ നടക്കുന്നത്, എത്രത്തോളം നമ്മൾ ഓണർഷിപ്പിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഉറപ്പുണ്ടോ? ഇതാണ് ചോദ്യം. 2025 നമ്മൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ചും ഈ യങ്സ്റ്റേഴ്സിനോട് ഞാൻ ഈ കാര്യം പറയുക. നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യം ദൈവത്തിൻ്റെ പ്രകാശനത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് അത് ജ്ഞാനമായിട്ട് ഓണർഷിപ്പോട് കൂടി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റെടുത്തില്ല എങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഞാനിപ്പോഴേ പറയാം. മറ്റ് പലരും പറയുകയും പ്രസംഗിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സത്യമുണ്ട് എന്ന് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. എന്താണ് ദൈവവചനം ഓരോ കാര്യങ്ങളെക്കുറിച്ചും പ്രസ്താവിച്ചിരിക്കുന്നത്? എന്താണ് ദൈവവചനത്തിൻ്റെ ആലോചന? എന്താണ് ദൈവവചനം അല്ലെങ്കിൽ ദൈവം എന്നെക്കുറിച്ചുള്ള പൂർണ്ണഹിതം എന്താണ്? അത് പ്രസാദമുള്ളതാണല്ലോ, അത് സന്തോഷമുള്ളതാണല്ലോ, അത് സമാധാനമുള്ളതാണല്ലോ. പക്ഷെ എനിക്കതൊന്നും ലഭിക്കുന്നില്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രിയമുള്ളവരെ, 2024 ഡിസംബർ 31 രാത്രിയിൽ, ഹല്ലേലൂയ, ഇതിൽ കൂടുതൽ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. സദൃശ്യവാക്യം 2-ാം അധ്യായം ശക്തമായിട്ട് നിങ്ങൾ പഠിക്കണം. മറ്റൊരു പോയിന്റിലേക്ക് വരട്ടെ. ഞാൻ വീണ്ടും നമ്മളത് വായിക്കുമ്പോൾ, ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായിട്ട് വിളിച്ച് വിവേകത്തിനായിട്ട് ശബ്ദം ഉയർത്തുന്നു എങ്കിൽ അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച്, ശ്രദ്ധിച്ചോണം, വെള്ളിയെപ്പോലെ അന്വേഷിച്ച്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരൊറ്റ വാക്ക് മാത്രം നമുക്ക് എടുക്കാം. ഇംഗ്ലീഷിൽ അത് പറയുന്നത്, ആ വാക്യത്തിൽ ഇവിടെ വരുന്ന ആ ഭാഗം ഇംഗ്ലീഷിൻ്റെ കാണുന്നില്ല. അപ്ലൈ, അല്ലെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ അത് പ്രായോഗികമായ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ദൈവവചനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാതെ, നിങ്ങൾ എഫേർട്ട് എടുക്കാതെ, നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കാതെ, നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, നമുക്ക് ലഭിച്ച പ്രകാശനം, നമുക്ക് ലഭിച്ച ജ്ഞാനം, നമുക്ക് ലഭിച്ചതായിട്ടുള്ള വചനത്തിന്റെ സത്യം, അന്തസത്ത, ഇത് നമ്മൾ അപ്ലൈ ചെയ്യാതെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് പ്രായോഗികമായിട്ട് അതിനെ ഏറ്റെടുക്കാതെ, അതിനൊരു എഫേർട്ട് എടുക്കാതെ, അതിനൊരു റെസ്പോൺസിബിലിറ്റി എടുക്കാതെ നമുക്ക് ആ വചനത്തിന്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. ഒരിക്കലും ആക്സിഡന്റ് ആയിട്ട് ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു ആക്സിഡന്റ് ആയിട്ട് അതങ്ങ് നടന്നോളും എന്നുള്ള രീതിയിൽ സംഭവിക്കില്ല. ഞാനിപ്പോഴും പറയാൻ, ദൈവം പാതി മനുഷ്യൻ പാതി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പ്രിൻസിപ്പിളാണ്.
ശ്രദ്ധിച്ചോണം. ദൈവം പാതി മനുഷ്യൻ പാതി എന്ന് പറയുന്നത് ലോകത്തിന്റെ പ്രിൻസിപ്പിളാണ്. ഇറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. അത് വേണമെങ്കിൽ വേറൊരു രീതിയിൽ അതിനെ പറയാം. ഞാനൊരു സ്റ്റെപ്പ് എടുക്കാതെ, ഞാനൊരു എഫേർട്ട് എടുക്കാതെ, ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ പറയുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഞാൻ എൻ്റെ ഭാഗം കഴിഞ്ഞു, ഇനി ദൈവം ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അതിനെ എടുക്കാൻ പാടില്ല എന്നർത്ഥം. മനസ്സിലായോ? സോ ഐ ആം റെസ്പോൺസിബിൾ ഫോർ സംതിങ്. ഞാൻ ഇതിന് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് കഴിയണം. എനിക്ക് ലഭിച്ച ദൈവവചനം, എനിക്ക് ലഭിച്ച റെവലേഷൻ, എനിക്ക് ലഭിച്ച പ്രകാശനത്തിൻ്റെ മേൽ, ജ്ഞാനത്തിൻ്റെ മേൽ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എനിക്കൊരു എഫേർട്ട് ഇടാനുണ്ട്. ഇത് ചെയ്യാതെ ഒരു കാരണവശാലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ജ്ഞാനത്തെ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ഒരാളോട് പറഞ്ഞേ, ജ്ഞാനത്തെ അന്വേഷിക്കണം എന്ന് പറഞ്ഞേ. യെസ്, അടുത്തിരിക്കുന്ന ഒരാളോട് ശക്തമായിട്ട് പറഞ്ഞോ, ജ്ഞാനത്തെ. ഉറങ്ങുന്നവരെ ഉണർത്തിക്കൾ, ജ്ഞാനത്തെ അന്വേഷിക്കണം എന്ന് പറഞ്ഞേ. നവീന്, ജ്ഞാനത്തെ അന്വേഷിക്കണം, ജ്ഞാനത്തെ അന്വേഷിക്കണം. ഐ വാണ്ട് ടു സീക്ക്. ജ്ഞാനത്തെ അന്വേഷിക്കാതെ നിങ്ങൾക്ക് ലഭിക്കില്ല. ദൈവവചനം അതാ പറഞ്ഞിരിക്കുന്നത്. പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ജ്ഞാനത്തെ സ്വീകരിക്കണം, റിസീവ്. ജ്ഞാനത്തെ സംഗ്രഹിക്കണം, നിധി. ഇൻക്ലൈൻ, ചാരണം, അവിടെ പറഞ്ഞിട്ടുണ്ട്. ചാരണം, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യണം. ഇൻക്ലിനേഷൻ, ചായണം, അപ്ലൈ ചെയ്യണം, അത് എഫേർട്ട് എടുക്കണം, റെസ്പോൺസിബിലിറ്റി എടുക്കണം. ക്രൈ ഔട്ട്, അവിടെ പറയുന്നുണ്ട്, നീ ബോധത്തിനായിട്ട് വിളിച്ചു, നീ വിവേകത്തിനായിട്ട് ശബ്ദം ഉയർത്തുന്നു എങ്കിൽ, ശ്രദ്ധിച്ചോണം, ശബ്ദം ഉയർത്തുന്നു എങ്കിൽ നോക്കണം. ക്രൈ ഔട്ട്, ലിഫ്റ്റ് അപ്പ്. എഫേർട്ട് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതൊന്നുമില്ലാതെ നമുക്ക് കാര്യം നടക്കത്തില്ല. ആൻഡ് ഫൈനലി പറയുന്നുണ്ട്, യു ഹാവ് ടു സീക്ക്. നീ അതിനെ വെള്ളിയെ പോലെ അന്വേഷിക്കണം. ശ്രദ്ധിച്ചോ, വെള്ളി എന്ന് പറയുന്നത്, സിൽവർ എന്ന് പറയുന്നത് ക്രൂഡായിട്ട് കിട്ടുന്ന ഒരു സാധന. കൊഴിക്കുമ്പോൾ അതിനെ പിന്നെ എന്ത് ചെയ്യണം? അത് ഒരു മെറ്റലായിട്ട്, എന്താണ്, നല്ല നല്ല പ്യുവറായിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല. അതിനെ മെൽറ്റ് ചെയ്യണം, അതിനെ ഉരുക്കി അതിനെ എടുക്കണം. വെള്ളിയെപ്പോലെ അന്വേഷിക്കണം. എഫേർട്ടുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മളതിനെ മാറ്റിക്കളയരുത്. സീരിയസ് ആണിത്. നമ്മുടെ അന്വേഷണം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആണ്. പലരുടെയും അന്വേഷണം ഒരു പരിധി വരെ നിൽക്കും, പിന്നെ മുന്നോട്ട് പോകത്തില്ല. ലൈഫിൽ വരുന്നതായിട്ടുള്ള റിസ്കുകളും, ലൈഫിൽ വരുന്നതായിട്ടുള്ള ചാലഞ്ചസും, ലൈഫിൽ വരുന്നതായിട്ടുള്ള ട്രയൽസും ഒക്കെ കണ്ടു കഴിയുമ്പോഴേ നമ്മൾ ഈ അന്വേഷണമൊക്കെ നിർത്തിയിട്ട് നമ്മൾ ബൈബിളൊക്കെ മടക്കി വെച്ച് നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കും. ഇതാണ് നമ്മുടെ സ്വഭാവം. അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്ന, യു സീക്ക്, നീ അന്വേഷിക്കണം, വെള്ളിയെപ്പോലെ അന്വേഷിക്കണം. അപ്പം നിനക്ക് കിട്ടുന്നത് ക്രൂഡായിട്ടായിരിക്കും, പക്ഷെ അതിനെ നീ സ്മെൽറ്റ് ചെയ്യണം, അതിനെ നീ ഉരുക്കണം. ഉരുക്കി ആ വെള്ളി കണ്ടെത്തുന്നത് വരെ, പ്യുവറായിട്ടുള്ള ആ ജ്ഞാനത്തെ കണ്ടെത്തുന്നത് വരെ, അതിനുള്ളിലുള്ള റീമ വേർഡിനെ മനസ്സിലാക്കുന്നത് വരെ, അത് സംഗ്രഹിക്കുന്നത് വരെ നീ തളരരുത്, നീ മുന്നോട്ട് പോകണം. അതാണ് നമുക്ക് വേണ്ടത്. വളരെ ശക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് ഇരിക്കണം. നമ്മൾ ഈ സദൃശ്യവാക്യം 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യം എന്താ പറയുന്നതെന്നറിയാമോ? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 2-ാമത്തെ പ്രോബ്സിൽ നമ്മളെന്താ വായിച്ചത്? 1-ാമത്തെ പ്രോബ്സിൻ്റെ 7-ാമത്തെ വാക്യം തുടങ്ങിയിരിക്കുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്ന് നമ്മളിപ്പോൾ വായിച്ചെന്താണ്? ഈ കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നു എങ്കിൽ, 4-ാമത്തെ വാക്യം,
ചെയ്യുന്നു എങ്കിൽ, അഞ്ചാമത്തെ വാക്യം, നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. കണ്ടോ അതിനകത്തെ കണക്ടിവിറ്റി? കണ്ടോ? ഒന്ന് നമ്മൾ കണ്ടു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്നാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ ഒരു എഫേർട്ട് ഇടാമെങ്കിൽ മാത്രമാണ് നീ യഹോവ ഭക്തിയെ കണ്ടെത്താൻ നിനക്ക് പറ്റുന്നത്. അല്ലെങ്കിൽ യഹോവ ഭക്തി നിനക്ക് കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. എന്താണ് യഹോവ ഭക്തി? ഞാനത് പറഞ്ഞ് ഞാൻ അധികം നേരം എടുക്കത്തില്ല. യഹോവ ഭക്തി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇൻറ്റിമസിയാണ്. എന്താണ് ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ? അടുത്തിരിക്കുന്ന ഒരാളോട് പറഞ്ഞേ, ഇൻറ്റിമസി. എന്താ ഇൻറ്റിമസിയുടെ അർത്ഥം? ആഴത്തിലുള്ള ബന്ധം, അല്ലേ? ആഴത്തിലുള്ള റിലേഷൻഷിപ്പ്, ആഴത്തിലുള്ള ബന്ധമാണ് യഹോവ ഭക്തി എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല. കൂടുതലൊന്നും നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടില്ല. ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പക്ഷേ ഈ ഫിയർ എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമല്ല, മറിച്ച് റിലേഷണലാണ്. വളരെ ആഴത്തിലുള്ള ബന്ധം കൊണ്ട് ലഭിച്ചതായിട്ടൊരു കാര്യമാണ് ഈ യഹോവ ഭക്തി എന്നതിൻ്റെ അർത്ഥം. ഇൻറ്റിമസിയാണ്. 1 ശമൂവേൽ 3-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ വായിക്കുന്നത്, ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾക്കറിയാം ഭാഗം, അല്ലേ? ശമൂവേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ശമൂവേൽ ആരായിരുന്നു എന്ന് നമുക്കറിയാം. അവസാനം ശമൂവേലിനെ ദൈവത്തിന്റെ സന്നിധിയിൽ വച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വേലയ്ക്കായിട്ട്, ദൈവം പറയുന്നത് കേൾക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവനെ തെരഞ്ഞെടുത്ത് അവനെ ഏൽപ്പിച്ചു. ഏലി പുരോഹിതന്റെ അടുത്ത് ഏൽപ്പിച്ചു. അവിടെ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ എനിക്ക് തോന്നുന്നു 2-ാമത്തെയോ 3-ാമത്തെയോ വാക്യമാണ് അവിടെ പറയുന്നത്. ഇങ്ങനെയാണ്, വേണമെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചോളൂ. അത് അവിടെ പറയുന്നത്, ഈ ആ ദേശത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. കാലഘട്ടം ഒന്ന് നോക്കണേ. ആ കാലത്ത് വചനം ഇല്ലായിരുന്നു, യഹോവയുടെ വചനം ഇല്ലായിരുന്നു. യഹോവയുടെ അറിവുകളും ജ്ഞാനവും വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടാണ്? യഹോവ ഇല്ലായിരുന്നിട്ടാണോ? യഹോവ ഇല്ലാത്തത് കൊണ്ടാണോ? ദൈവമില്ലാത്തത് കൊണ്ടാണോ ഈ ജ്ഞാനത്തിന്റെ കുറവ് അവിടെ കണ്ടത്? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തെ സീക്ക് ചെയ്യുന്ന, ദൈവത്തെ അന്വേഷിക്കുന്നവർ കുറവായിരുന്നു. ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നവര് കുറവായിരുന്നു. അതാണ് കാലഘട്ടം എന്നല്ല എഴുതിയിരിക്കുന്നത്. ദുർലഭമായിരുന്നു. തന്നെയുമല്ല, ദർശനം ഏറെയില്ലായിരുന്നു. ദർശനവും വളരെ കുറവായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം അതാണ്. നമ്മുടെ ഈ കാലഘട്ടം അതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇതാണ്, 2025 നമ്മൾ കടന്നു പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? യഹോവയുടെ വചനം ആ കാലത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കിയേ. ഇതുവരെ എൻ്റെ ഉള്ളത്തിൽ, ഇതുവരെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ യഹോവയുടെ വചനത്തിന് വലിയ സ്വാധീനമില്ലായിരുന്നു. ദർശനങ്ങളും വെളിപാടുകളും എൻലൈറ്റ്മെന്റും ഒന്നും എനിക്ക് അധികമായിട്ട് ലഭിച്ചിട്ടില്ല. ഞാൻ അതിന് ശ്രമിച്ചിട്ടുമില്ല. ഇതാണ് എൻ്റെ അവസ്ഥ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 2025 നമ്മൾ പ്രവേശിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം? താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അതിൻ്റെ 3-ന്റെ 7-ാമത്തെ വാക്യം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത്, ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. ശ്രദ്ധിച്ചോ? ഇവിടെ എന്താ ബാക്ക്ഗ്രൗണ്ട്? എന്താണ്?
ഇവനൊരു കൊച്ചു പയ്യനാണ്. ഇവൻ ഏലി പുരോഹിതന്റെ അടുത്ത് സമർപ്പിക്കപ്പെട്ടു. ഏലി പുരോഹിതൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ കൂടിക്കോ, കുഴപ്പമൊന്നുമില്ല. നീ അമ്പലത്തിൽ, ഈ പള്ളിയിൽ നീ കിടന്നോ, കുഴപ്പമില്ല. നീ കാര്യങ്ങളൊക്കെ പഠിച്ചോ, കുഴപ്പമില്ല. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ അമ്മ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ചിലപ്പോൾ പറയാറുള്ളൊരു കാര്യമാണ്, എൻ്റെ അമ്മ ഭയങ്കര പ്രാർത്ഥനക്കാരിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ. ശരിയാണോ? നമ്മുടെ അമ്മ നല്ല സാക്ഷ്യം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അപ്പൻ നല്ല സാക്ഷ്യം കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല അതൊന്നും. എന്തുകൊണ്ടാണ് നമ്മളെ സ്വാധീനിക്കാത്തത്? സ്വാധീനിക്കാത്തതിന്റെ കാരണം ദൈവത്തിന്റെ വചനം നമ്മൾക്ക് വെളിപ്പെട്ട് വന്നിട്ടില്ല. ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിലേക്ക് വേണ്ട പോലെ ഓണർഷിപ്പ് എടുത്ത് വന്നിട്ടില്ല. നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല. നമ്മളതൊരു ട്രഷറായിട്ട് അത് കണ്ടിട്ടില്ല ഇന്ന് വരെ. നമ്മുടെ ജീവിതത്തിൽ പല നഷ്ടബോധങ്ങളിലുമാണ് നമ്മൾ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, 2025 നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇനിയും ആ നഷ്ടബോധത്തിലേക്ക് പോകാനാണോ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ സാഹചര്യം നിങ്ങൾക്കറിയാം. ശമൂവേൽ ബാലൻ, അവൻ പാവം, അവൻ കൊച്ചു പയ്യനാണ്. അവനവിടെ കിടന്ന് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിളി, ശമൂവേലേ ശമൂവേലേ. അവൻ ചാടി എഴുന്നേറ്റപ്പോൾ അവൻ വിചാരിച്ചത് എന്താണ്? ഈ ഏലി പുരോഹിതൻ എന്നെ വിളിക്കുകയായിരിക്കും. ഉടനെ അങ്ങോട്ട് ചെന്നു, ഏലി പുരോഹിതന്റെ അടുത്ത് ചെന്നു, ഞാനിവിടെ ഉണ്ട്, എന്താ എന്നെ വിളിച്ചോ? അങ്ങനെ വിളിച്ചോ? ഏലി പറഞ്ഞു, ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. പിന്നെയും പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും യഹോവയുടെ ശബ്ദം, ശമൂവേലേ ശമൂവേലേ. അവൻ ചാടി എഴുന്നേറ്റു. പിന്നെയും പോയി ഏലിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അയ്യോ, എന്നെ അങ്ങ് വിളിക്കുന്നുണ്ടല്ലോ, എന്തിനാ വിളിച്ചിരിക്കുന്നത്? ഏലിക്ക് കാര്യം മനസ്സിലായി. ഇത് വേറെ ആരുമല്ല, ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ശമൂവേൽ ബാലനോട് പറഞ്ഞു, ഇനി നിന്നെ ആ ശബ്ദം കേട്ടാൽ നീ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, ദൈവമേ, യഹോവയായിട്ടുള്ള ദൈവമേ, ആ അടിയൻ ഇതാ എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. വേറൊന്നും അദ്ദേഹം പറഞ്ഞു കൊടുത്തില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? ആരാന്ന് ചോദിക്കാനോ ഒന്നും പറഞ്ഞില്ല, അടിയൻ ഇതാ എന്ന് പറഞ്ഞു. അതുപോലെ വീണ്ടും അവൻ കിടന്നു, ദൈവത്തിന്റെ ശബ്ദം കേട്ടു, അടിയൻ ഇതാ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ആലോചിച്ച് നോക്കി. പിന്നീട് എന്താ സംഭവിച്ചത്? ദൈവം ശമൂവേൽ ബാലനോട് സംസാരിച്ചു. 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവന് അന്ന് വരെ വെളിപ്പെട്ടതുമില്ല. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോ അടിയൻ ഇതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ വചനം അവൻ്റെ മേൽ കടന്നു വന്നു, അവൻ്റെ മേൽ പ്രകാശനം വന്നു, അവൻ്റെ മേൽ വെളിപാടുകൾ വന്നു. അവനോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡ്രൈനെസ് ഉണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാതെ, ഇതുവരെ ആ റൈറ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചല്ലായിരിക്കാം നമ്മൾ പോയിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയപ്പോൾ പലതും നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുത്താട്ടെ, ഇനി അങ്ങനെയല്ല. എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിലേക്ക് എനിക്ക് പോകണം. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാണോ അത് ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ എനിക്കൊന്ന് ഒരുക്കണം. അതിനുവേണ്ടി ജ്ഞാനം എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് കടന്നു വന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഞാൻ റിസീവ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആ വചനത്തെ റിസീവ് ചെയ്യണം. എനിക്ക് ആ വചനം എനിക്ക് ആവശ്യമാണ്. പാസ്റ്റർ മാത്യു ഇന്ന് രാവിലെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു വാക്യത്തിലേക്ക് ഞാൻ വരട്ടെ. ഞാൻ നിർത്തുക. എഫേഷ്യൻസ് 5:15 വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്: ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടപ്പാൻ നോക്കുവിൻ. ഒരുപാട് കാര്യങ്ങൾ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. തുടക്കം മുതൽ നമ്മൾ ആരാണ്, എന്താണ്, എങ്ങനെയുള്ളവരായിരുന്നു, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ പറയുകയാണ്: ആകയാൽ
സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചോണം. ഡെലിജന്റ്ലി, എഫേർട്ട് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഡിലിജന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് നമ്മൾ കടന്നു ചെല്ലണം, നടക്കണം. നമുക്ക് സ്തോത്രം, ഹല്ലേലൂയ. നമുക്കതിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ നമുക്ക് ചുറ്റുപാടും കാണുന്ന സകല വിധത്തിലുള്ള ഇഷ്യൂസിനെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അജ്ഞാനം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മ്ലേച്ഛകരമായിട്ടുള്ള പ്രവൃത്തികളുടെ മധ്യത്തിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. നമുക്കതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ കുടുംബങ്ങളോ നമ്മുടെ വേറെ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് വലിച്ച് അതിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കണം, നമ്മളത് ചെയ്യണം. നമ്മൾ ആരും ചെയ്യുന്നില്ല. അത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണമുള്ള കപ്പാസിറ്റിയിലേക്ക് നമ്മൾ വരുന്നില്ല. ഇപ്പോഴും നമ്മൾ ശിശുക്കളായിട്ടിരിക്കുകയാണ്. ജ്ഞാനം നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. എന്താണ് ജ്ഞാനം എന്നുള്ളത് തീഷ്ണതയോടെ പറയാൻ നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? ചിന്തിക്കണം. തീർച്ചയായിട്ടും യാക്കോബ് എഴുതിയ ലേഖനം 3:17-18 വാക്യം കൂടി നമ്മൾ വായിക്കുകയാണ്. 3:17-18 ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ ക്വാളിറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുവാ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ? ഒന്നാമത് അതിൻ്റെ ഉള്ളിൽ നിർമ്മലതയുണ്ട്. ശ്രദ്ധിച്ചോണം, നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ അത് ജ്ഞാനത്തിൻ്റെ ശബ്ദമാണെങ്കിൽ, അത് ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണെങ്കിൽ, അത് ജ്ഞാനത്തിലൂടെ വെളിപ്പെടപ്പെട്ട സത്യമാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? അതിൽ നിർമ്മലതയുണ്ട്. പിന്നെന്തുണ്ട്? അതിൽ സമാധാനമുണ്ട്. അതിലെന്തുണ്ട്? ശാന്തതയുണ്ട്. അതിലെന്തുണ്ട്? അനുസരണമുണ്ട്. അതിൽ കരുണയുണ്ട്. സൽഫലം നിറഞ്ഞതാണത്. പക്ഷപാതമില്ല. അതിൽ കപടതയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതാ ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് കടന്നു വരുന്ന ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന യാക്കോബ്. ഈ ജ്ഞാനമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. കപടതയില്ലാത്ത, വളരെ ട്രാൻസ്പാരൻ്റ് ആയ, ഓപ്പൺ ആയിട്ടുള്ള, തുറന്ന മനസ്സോടെ കാര്യങ്ങളെ കാണാൻ പറ്റുന്ന ആ ജ്ഞാനത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. ഞാനിവിടെ നിൽക്കുകയാണ്. ഇത് വളരെ ആഴത്തിലുള്ളൊരു ഭാഗമാണ്. ഞാൻ വളരെ പെരിഫറലായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രാപിക്കാൻ പോകുന്ന ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾക്കൊരു ബോധ്യമുണ്ടാകണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൺവിൻസ്ഡ് ആയിരിക്കണം. കൺവിക്ഷൻ ഇല്ലാതെ, നമുക്കൊരു തിരിച്ചറിവില്ലാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യേണ്ടതില്ല. സംശയമുണ്ടെങ്കിൽ നമ്മൾ ദൂരീകരിക്കണം. നിങ്ങൾക്ക് ജ്ഞാനം വേണോ? യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അത് എത്രത്തോളം വേണമെങ്കിലും അത് ദൈവം തരുവാൻ വില്ലിംഗ് ആണ്. നമ്മൾ ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനമില്ലാതെ നടക്കരുത്, അജ്ഞാനികളായിട്ട് നടക്കരുത്, സൂക്ഷ്മതയോടെ നടക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് നമ്മളെ ബോധിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. ശമൂവേൽ ബാലനെ ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി. അതുവരെയുള്ള നാളുകളിൽ അവൻ ദൈവത്തിൻ്റെ വചനത്തെ അറിഞ്ഞില്ല, ദൈവത്തിൻ്റെ ശബ്ദം അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മൾ കേട്ടതുപോലെ അവൻ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വെളിപാടും എൻലൈറ്റ്മെൻറ്റും അവൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. എനിക്കും നിങ്ങൾക്കും അതല്ലേ ആവശ്യം. ആ ജ്ഞാനത്തിൻ്റെ വാക്കുകളും ആ ജ്ഞാനത്തിൻ്റെ ശക്തി കൊണ്ടും നമ്മൾ നിറയണം. 2025 അതുപോലെ ആയട്ടെ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. I surrender, oh Father. Thank you, Jesus. I surrender. Glory Jesus. Oh, to thee, my Blessed Savior, I surrender. All to thee, my blessed Savior, I surrender. All to Jesus,
I surrender all to Him. I freely give. I will ever love and trust Him in His presence daily live. I surrender all. I surrender all. I surrender all. Glory, Father, we bless you, Jesus. All to Thee, my blessed Savior, I surrender all. നമുക്ക് എല്ലാവർക്കും ആ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. All to Thee, my കർത്താവേ, blessed അപ്പോസ്തലൻ പൗലോസ് Savior, പറഞ്ഞതുപോലെ I പിൻപിലുള്ളതൊന്നും ഞാൻ നോക്കുന്നില്ല കർത്താവേ. അതിനെല്ലാം ചവർന്നെണ്ണി മുൻപിലുള്ളതിനെ ലാക്കാക്കി ഓടുവാൻ തക്കവണ്ണം കർത്താവേ നീ അടിയങ്ങളെ സഹായിച്ചാട്ടെ. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യത്തിലൂടെ ഞാൻ കടന്നു പോകുവാൻ എന്നെ സഹായിച്ചാട്ടെ കർത്താവേ. I surrender, oh God. I surrender, oh Father. All forsaken, take me, Jesus, take me now. I surrender all. I surrender all. I surrender all. Glory, Jesus. All to Thee, my blessed Savior, I surrender all. എത്ര പേരുന്ന് ആ കർത്താവിന്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുന്നു? എത്ര പേര് ഈ കർത്താവിന് വേണ്ടി ജീവനെ കൊടുക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ തയ്യാറാണ് പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. സാധാരണ രീതിയിലുള്ള ഒരു ജീവിതത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ടും സമർപ്പിക്കുവാൻ തക്കവണ്ണം, കർത്താവിന്റെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം, ജോലി ഉണ്ടെങ്കിലും ജോലിയില്ലെങ്കിലും പഠിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തക്കവണ്ണം, കർത്താവിന്റെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞാൻ തയ്യാറാണെന്ന് പറയുവാൻ, അവന്റെ ജ്ഞാനത്തെ അന്വേഷിച്ച് നടക്കുവാൻ, അവന് വേണ്ടി ശബ്ദമുയർത്തുവാൻ, അവന്റെ നീതിയിൽ നിൽപ്പാൻ തക്കവണ്ണം ഞാൻ തയ്യാറാണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും പ്രിയമുള്ളവരെ? ഇന്ന് ഈ രാത്രിയിൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, ഞാൻ തയ്യാറാണ് കർത്താവേ. I believe, I trust in you, Lord. Blessed Savior, I surrender. Jesus. I surrender. Glory, Jesus. Thank you, Lord. Thank you, Jesus. Thank you, Father. All to Thee, my blessed Savior, I surrender. Thank you, Jesus. കർത്താവേ, ഇന്ന് ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുകയാണ്. ഞങ്ങളെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന കർത്താവേ, ആർക്കെങ്കിലും ആ സമർപ്പണത്തിലേക്ക് പോകാനുണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങളെ ഉയർത്തി, അതാത് സ്ഥാനങ്ങളിൽ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും ഒന്ന് സമർപ്പിച്ചാട്ടെ. യെസ്, ഹി ഈസ് ദേർ. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. അവൻ നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം പിതാവേ. Thank you, Jesus. Thank you, Jesus. We bless you, Father. We bless you, Jesus. We bless you, Jesus. All to Thee, my blessed Savior, I surrender. Glory.
എന്തെല്ലാം ട്രയൽസിലൂടെ, എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, അപകടങ്ങളിലൂടെ ഒക്കെ ദൈവം കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നിങ്ങളെ നടത്തി. ഒരുപക്ഷെ ചിലത് നിങ്ങളെ പഠിപ്പിക്കാനായിരിക്കും. നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് ചിലത് പഠിപ്പിക്കുവാനുണ്ടായിരുന്നിരിക്കും. നമ്മൾ എത്രത്തോളം പഠിച്ചു, നമ്മൾ എത്രത്തോളം അറിഞ്ഞു ദൈവത്തെ, നമ്മൾ എത്രത്തോളം ദൈവത്തെ ഉൾക്കൊണ്ടു, കർത്താവിനെ ഉൾക്കൊണ്ടു. ആ കർത്താവിൻ്റെ ദിവ്യമായ സ്നേഹത്തിലേക്ക് നമ്മൾ എത്രത്തോളം ഓടി അടുത്തിട്ടുണ്ട്. ഇന്ന് ഈ രാത്രിയിൽ അതാണ് ചിന്തിക്കേണ്ടത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കേവലം നമ്മൾ കൈയടിച്ചു, ഭയങ്കര ഉന്മാദത്തോടുകൂടി ആർത്ത് അട്ടഹസിച്ച് ലോകം ഒരു പുതിയ വർഷത്തെ സ്വീകരിക്കുന്നത് പോലെ അല്ല നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കാണാതെ പോയ സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഓർത്തെടുക്കുവാനും അതിന് പകരമായിട്ട് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ, കർത്താവ് എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ചിന്തിക്കുവാനായിട്ടാണ് ഈ രാത്രിയിൽ ഈ സമയം നമ്മൾ ഉപയോഗിക്കേണ്ടത്. താങ്ക് യു ജീസസ്. What a wonderful God you are. Savior, I surrender. Let us surrender. Let us surrender ourselves. All to Thee, my blessed Savior, I Praise you, Father. surrender. Praise you, Jesus. Thank you, പരിശുദ്ധാത്മാവേ. ഓരോരുത്തരെയും അങ്ങ് സന്ദർശിക്കണമേ, അങ്ങ് തൊടണമേ കർത്താവേ. Lord, I pray now, Father, അങ്ങയുടെ ശക്തമായ ഒരു കരം നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ കർത്താവേ. അവരെ തൊടുവാനും സ്പർശിക്കുവാനും അങ്ങേക്ക് കഴിയും കർത്താവേ. Holy Spirit, truly know that Thou art mine. I surrender all. I surrender all to Thee, my blessed Savior. I surrender all to Thee, my blessed Savior. I surrender all to Thee, my blessed Savior. I surrender all. Glory. കർത്താവിനെ ആരാധിച്ചാട്ടെ. Yes. All to Thee, my blessed Savior, I surrender all. Glory, God Father. All to Jesus, All to Jesus I surrender. Lord, I give myself to Thee. Fill me with Thy love and power. Let Thy blessings fall on me. I surrender all. I surrender all. I surrender all. Thank you, Jesus. All to Thee, my blessed Savior, I surrender all. All to Thee, my blessed Savior, I surrender all.
bless you, Father. Thank you. യേശുവേ, നിൻ പാദം കുമ്പിടുന്നു. യേശുവേ, നിൻ പാദം കുമ്പിടുന്നു. Glory Jesus. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ, Thank you, Lord. നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ. നിസ്തുല സ്നേഹത്താലേ എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. ക്രിസ്തുവേ എന്നെയും നീ. Glory God. നിന്മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ വിൺമഹിമാവേടിഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. Glory God Jesus. യേശുവേ, Thank you, Lord. നിൻ പാദം കുമ്പിടുന്നേ. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ. Hallelujah. എന്നുമേ ഞാനിനിയും യേശുവിനെ കർത്താവും സ്വന്തം രക്ഷിതാവുമായി സ്വീകരിച്ച് അവന്റെ മകനും മകളുമായി തീരുവാൻ തക്കവണ്ണം ഭാഗ്യം തന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ശക്തമല്ലീ ബന്ധം മാറ്റുവാൻ എന്തോരു ഭാഗ്യമീത്. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. Glory Jesus. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കർത്താവിനെ സ്നേഹിക്കുവാൻ, ഈ കർത്താവിൽ ആശ്രയം വയ്ക്കുവാൻ, ഈ കർത്താവിന്റെ മകനായി മകളായി തീരുവാൻ ഇന്ന് വരെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ അതിനുള്ളൊരു സമയമുണ്ട്. Yes, He is our Lord. Hallelujah. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. Glory God. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. സ്നേഹത്തിനാഴി തന്നിൽ, സ്നേഹത്തിന്റെ ആഴിയില് മുങ്ങി ഞാനിന്നു മണ്ണിൽ. സ്നേഹത്തിനാഴി തന്നിൽ Bless you Jesus. മുങ്ങി ഞാനിന്നു മണ്ണിൽ. Bless you Father. ആമയം മാറിയും ആനന്ദ
ദണ്ഡമേറിയും വാഴുന്നു ഭീതിയന്യേ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് ഈ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവനെ വാഴ്ത്തുവാൻ, അവനെ ആരാധിക്കുവാൻ, അവനെ നമിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ. Yes, Lord Jesus. Bless you, Jesus. പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, Praise you, Jesus. പരമെങ്ങും വിളങ്ങും മഹേശൻ, കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന നാഥനാം മശിഹാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Bless you, Jesus. We bless you, Jesus. We bless you. Jesus, thank you, Father. Thank you, God. Jesus. Praise you, Jesus.
കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ദൈവം ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, നിത്യതാതനാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിൻ സൂര്യൻ രാജാധിരാജനാം മശിഹാ അവനത്ഭുത മന്ത്രിയാം ദൈവം ഹല്ലേലൂയ, നിത്യതാതനാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാധിരാജനാം മശിഹാ Father, bless you Jesus. Thank you Father. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. Hallelujah, Hallelujah. We bless you Jesus. ഉച്ചത്തിൽ നമുക്ക് 2025 വരവേൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. Father, we bless you. Thank you. Thank you, Thank you, Jesus. We praise you Jesus. Thank you Jesus. Hallelujah. Thank you Jesus. Yes Father. Praise you, Jesus. കർത്താവേ, മനോഹരമായിട്ടുള്ള സമയത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 2024 കർത്താവേ, പല വിധങ്ങളിലുള്ള നന്മകളും പല വിധങ്ങളിലുള്ള പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കർത്താവേ താഴെ വീഴാതെ ഞങ്ങളെ കരുതിയ ഒരു കരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളതിന് നന്ദി പറയുകയാണ് കർത്താവേ. അത്രമാത്രം നന്ദി പറഞ്ഞാലും മതി വരില്ല. അത്രമാത്രം സ്നേഹിച്ച ഒരു കർത്താവിനെയാണ് ഞങ്ങൾ കണ്ടത്. കർത്താവേ, ഞങ്ങൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങയുടെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ വചനം റിസീവ് ചെയ്തുകൊണ്ട് കർത്താവേ, ദൈവത്തിൻ്റെ അജ്ഞാനത്തെ ട്രഷറായിട്ട് ആ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ
ഞങ്ങളെ അങ്ങ് സഹായിച്ചാട്ടെ പിതാവേ. ദൈവികമായിട്ടുള്ള ആ പ്രകാശനം ഓരോ നിമിഷങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തരാൻ പോകുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുറവുകളെയും മാറ്റുന്ന ദൈവികമായ കരങ്ങൾ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ, ഓരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ, ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. സ്തോത്രം കർത്താവേ. സഭയെ അനുഗ്രഹിച്ചാട്ടെ, സഭകളെ, പല ലോക്കൽ സഭകളെയും കർത്താവെ അനുഗ്രഹിച്ചാട്ടെ. നടക്കുന്ന ശുശ്രൂഷകളെ അനുഗ്രഹിച്ചാട്ടെ, പാസ്റ്റേഴ്സിനെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ, ലീഡേഴ്സിനെ അനുഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന യുവാക്കളെ, യുവതികളെ കർത്താവെ അനുഗ്രഹിച്ചാട്ടെ. സ്തോത്രം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. നടക്കുന്ന എല്ലാ ടീച്ചിങ് പ്രോഗ്രാമിനെയും അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സകല ഓർഗനൈസേഷൻസിനെയും അനുഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായിട്ട് കാണുവാൻ തക്കവണ്ണം ഇടവരുത്തിയാട്ടെ കർത്താവേ. മറ്റെന്തിനേക്കാളും ഉപരിയായിട്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യുവാൻ, മുൻഗണന കൊടുക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അത് മതി കർത്താവേ. അത് ഞങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം മതിയായതാണ്. ഇന്ന് ഈ ഹല്ലേലൂയ ഈ സുദിനത്തിൽ ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായിട്ടും കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്ത് ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് വിഷ് ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാട്ടെ. അനുഗ്രഹിക്കട്ടെ. യെസ്, ഗോഡ് ബ്ലെസ്. എല്ലാവരെയും പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതിനുശേഷം നമുക്ക് വീണ്ടും എല്ലാവരെയും നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നവരെ കാണാൻ പറ്റിയിട്ടുള്ളൂ എങ്കിൽ അടുത്തിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ബ്ലെസ് ചെയ്യാം. യൂട്യൂബിലൂടെ കാണുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരവർ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ. സ്തോത്രം. താങ്ക് യു, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ജീസസ്. ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവരും കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. Praise God. Hallelujah. And today, in effect, Pastor has actually changed the word Happy New Year to Wisdom New Year. Yes. Wisdom 2020, Heavenly Wisdom Amen. 2025. Praise Hallelujah. Jesus. That is in the Praise wisdom of God we will walk. We shall walk. Glory Father. ജ്ഞാനികളായി Thank you. നമ്മൾ നടക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമുക്ക് ദൈവസന്നിധിയിൽ താണിരിക്കാം. Now, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് 2025 വരവേൽക്കാനായിട്ട് കഴിഞ്ഞു. ആരാധനയോടെ വചനത്തിൻ്റെ സത്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് 2025 വരവേൽക്കാനായിട്ട് കഴിഞ്ഞതിനായിട്ട് സ്തോത്രം ചെയ്തു. ഇതൊരു കലണ്ടർ ഇയർ ആണ്. ഞാനിപ്പോൾ ആരംഭത്തിൽ പറഞ്ഞ കാര്യം നമുക്ക് മുഹൂർത്തങ്ങളില്ല എന്നാണ്. പക്ഷെ ഒരു കലണ്ടർ ഇയർ, പുതിയൊരു വർഷം ആരംഭിക്കുമ്പം നമ്മൾ പറയുന്ന AD 2025, ആ വാക്കിൽ തന്നെ കർത്താവുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വർഷം 2025 എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വർഷത്തിൽ ദൈവിക ജ്ഞാനത്തിൽ ജീവിക്കുവാനുള്ള നിർണയത്തോടെ നമുക്കായിരിക്കാമെന്ന ആഹ്വാനമാണ് നമുക്ക് ഇന്ന് ലഭിച്ചത്. ആ ലഭിച്ച ആ സത്യങ്ങളെ, ആ വേർഡ് നമുക്ക് അടുത്ത ചില ആഴ്ചകളിൽ ചിന്തിക്കാനും അത് നമ്മളിൽ രൂഢമൂലമാകുവാനും വരും ദിനങ്ങളിലേക്ക് അതൊരു അടിസ്ഥാനമായി, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു അടിസ്ഥാനമായി തീരേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം. പ്രവാചക വാക്യം എന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനത്തെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ. നിങ്ങൾ ആരെങ്കിലും ശരിക്കും ഇരുട്ടുള്ള സ്ഥലം കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും ശരിക്കും കണ്ടിട്ടില്ല. ശരിക്കും ഇരുട്ടുള്ള സ്ഥലത്ത്, ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ഇന്നെല്ലാ അറിവുകളുമുണ്ട്, ഒരുപാട് പ്രസംഗങ്ങളുണ്ട്, പക്ഷെ ദൈവിക ജ്ഞാനമില്ല. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ
അല്ലെങ്കിൽ ദൈവിക ജ്ഞാനം വിരളമാണ്. നമ്മൾ സുബോധത്തോടെ സാരാംശങ്ങൾ കേട്ട് സത്തകൾ ഉൾക്കൊണ്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഇന്ന് വായിച്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വചനത്തിൽ നിന്ന് അതിലൊരു വാക്ക് എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തത്, ഒരു വാക്ക് എന്നെ വളരെ ആഴത്തിൽ സ്ട്രൈക്ക് ചെയ്തത്, ഈ ജ്ഞാനം പ്രാപിക്കാനായിട്ട് നമ്മൾ ശബ്ദ ഉച്ചത്തിൽ ഉയർക്കുക എന്നുള്ളതാണ്. അതിൽ പാഷൻ ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത് അലറി വിളിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും ഒറ്റപ്പെട്ട ഏതെങ്കിലും കോണിൽ ഒറ്റപ്പെട്ട ഒരു താഴ്വാരത്തിൽ ഒരു ഗുഹയിലോ അകപ്പെട്ടാൽ നമ്മൾ കിടന്ന ശബ്ദമില്ലാതെ അലറി വിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അലറി വിളിക്കുക രക്ഷയ്ക്കായിട്ട്. ദൈവമേ, ഈ കാലഘട്ടത്തിൽ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പറയുന്ന ഒരു അലറി വിളിക്കൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ. എന്തിന്? ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കാനായിട്ട്, അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാനായിട്ട്. Come on now, let's open up the book. Come on now and take a good long look and see God has given us all we need to be free. It's about you, it's about me, it's about the truth that sets us free. It's about L-O-V-E, love from the Father up above. It's about hope, it's about life, it's about the love of Jesus Christ. It's about everlasting, never failing love. Come on now, let's open up the book. Come on now and take a good long look and see God has given us all we need to be free. It's about you, it's about me, it's about the truth that sets us free. It's about L-O-V-E, love from the Father up above. It's about hope, it's about life, it's about the love of Jesus Christ. It's about everlasting, never failing love. Oh, it's about you, it's about me, it's about the truth that sets us free. It's about L-O-V-E, love from the Father up above. It's about hope, it's about life, it's about the love of Jesus Christ. It's about everlasting, never failing love. It's about everlasting, never failing love. It's about everlasting, never failing, ever faithful, never ending love. Wow, that's wonderful. It's about everlasting, never ending love.